നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ പുണർദം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പൂയൻ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പൂയൻ നക്ഷത്രക്കാർ ശനിദശയാണ് ആദ്യം ലഭിക്കുക. ആകെ 19 വർഷക്കാലമാണ് ശനിദശ. അതിൽ പകുതി എന്നുള്ള കണക്കുകൂട്ടലിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം 10 വർഷം പൂയൻ നക്ഷത്രക്കാർക്ക് ശനിദശ ലഭിക്കും എന്ന് കണക്ക് കൂട്ടിയാൽ അതിനുശേഷം 27 വയസ്സ് വരെ ഏകദേശം ബുധദശയും, 34 വയസ്സ് വരെ കേതുർദശയും, 54 വയസ്സ് വരെ ശുക്രദശയും, 60 വയസ്സ് വരെ സൂര്യദശയും, 70 വയസ്സ് വരെ ചന്ദ്രദശയും, 77 വയസ്സ് വരെ ചൊവ്വാദശയുമാണ്. അതിൽ ബുധദശയും ശുക്രദശയും ചന്ദ്രദശയും പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലങ്ങളാണ്. ഇനി പറയുന്ന ഫലങ്ങൾ ഈ ദശാകാലങ്ങൾ ഉള്ളവർക്കാണ് എങ്കിൽ പൂർണ്ണമായിട്ടും ഗുണഫലങ്ങൾ ലഭിക്കും. മറ്റു ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിന്റെ കുറവുണ്ടായേക്കാം. നമുക്കിനി പൂയൻ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലത്തെ ഒന്ന് നോക്കാം. പൂയൻ നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന വർഷം തന്നെയാണ്. ധനാഗമനത്തിന് പുതിയ വഴികളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. തൊഴിൽപരമായിട്ട് ഉയർച്ചയും പ്രതീക്ഷിക്കാം. ഷിപ്പിംഗ്, മറൈൻ, ജലസംബന്ധമായിട്ടുള്ള മറ്റു ബിസിനസ്സുകൾ എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. ഈ അനുകൂല സമയത്തെ പൂയൻ നക്ഷത്രക്കാർ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്ന പൂയൻ നക്ഷത്രക്കാർക്ക് അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇടപെട്ട് പ്രതിവിധി കണ്ടെത്താൻ അവരോടൊപ്പം ഉണ്ടാകുന്നതാണ്. അങ്ങനെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ സഹായിക്കാനുള്ള അവസരങ്ങളും പൂയൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ക്ഷമയും കർമ്മനിരതയും ഒക്കെ പൂയൻ നക്ഷത്രക്കാർ വരുന്ന വർഷം പ്രകടമാക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള പൂയൻ നക്ഷത്രക്കാർക്ക് പ്രോജക്റ്റുകളൊക്കെ ചിലപ്പോൾ തടസ്സം വന്നേക്കാം. ആദ്യത്തെ തടസ്സമൊക്കെ മാറിയാലും പരിശ്രമിച്ച് വിജയം നേടാൻ പൂയൻ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതുമാണ്. സ്ത്രീകളായിട്ടുള്ള പൂയൻ നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ്. പൊതുവെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന പൂയൻ നക്ഷത്രക്കാർക്ക് അത് വിവാഹം നടക്കാം. സന്താന ഭാഗ്യത്തിന് കാക്ഷിച്ചിരിക്കുന്ന പൂയൻ നക്ഷത്രക്കാർക്കും ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ തൊഴിലിൽ ഉയർച്ച, ആദരവ്, പുരസ്കാരങ്ങൾ തുടങ്ങിയവ പ്രതീക്ഷിക്കാവുന്ന വർഷമാണ് എന്നർത്ഥം. കൂടാതെ മുതിർന്നവരായിട്ടുള്ള പൂയൻ നക്ഷത്രക്കാർക്ക് സുഖചികിത്സയും പുണ്യക്ഷേത്ര സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പൂയൻ നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ആയില്യം നക്ഷത്രക്കാരുടെ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.